ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെയാണ്. 798 അംഗങ്ങളോളം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 422 അംഗങ്ങളുള്ള NDAക്ക് അവർ നിർത്തുന്ന സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ എന്നിട്ടും ഇരു മുന്നണികളും അല്ലെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അവരുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഇത്രയും വലിയൊരു ടെൻഷൻ ഉണ്ടാക്കാൻ? ഇല്ല, രാഷ്ട്രീയപരമായിട്ട് മാറ്റം ഉണ്ടാവില്ല. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജയിക്കും. പ്രതിപക്ഷം നോക്കുന്നത് ഓരോട്ടെങ്കിലും അവരുടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ. ഒരു ക്രോസ് വോട്ട് നടന്നു കഴിഞ്ഞാൽ മോദി തോറ്റു. നമ്പേഴ്സ് ഉണ്ടാവാം, ബട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച നമ്പർ ഇല്ലല്ലോ. അതിൽ നിന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് പോകുന്നില്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിജു ജനതാദൾ, BRS ഉണ്ടല്ലോ തെലുങ്കാനയിൽ, BRS, പിന്നെ YSR കോൺഗ്രസ്, ഈ 3 പാർട്ടികൾ ഇവർ ജനറലി BJPയെ ബില്ല് പാസ്സാക്കാനും അതിനുമൊക്കെ ആയിട്ട് അവർ NDAയിലില്ല, പക്ഷേ ബില്ല് പാസ്സാക്കാനും ഒക്കെ ആയിട്ട് അവർ കൊടുക്കും, സഹകരിക്കാറ്. അപ്പോൾ അവർ ഇപ്പോൾ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും അവർ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. YSR കോൺഗ്രസ് വോട്ട് ചെയ്യാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. BRSും ബിജു ജനതാദളും ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് NDA പ്രതീക്ഷിക്കുന്നത് അവരുടെയും കൂടെ വോട്ട് കിട്ടുമെന്നാണ്. ഇനി ഇവർ 3 കൂട്ടരുടെയും വോട്ട് കിട്ടിയില്ലെങ്കിലും രാധാകൃഷ്ണൻ ജയിക്കും. പക്ഷെ അതും കൂടെ ഈ ബില്ലിനൊക്കെ സഹകരിച്ച ആൾക്കാർ ഈ കാര്യത്തിലും സഹകരിക്കണ്ടേ? അതെ, സഹകരിക്കുന്നതാണ് NDA പ്രതീക്ഷിക്കുന്നത്. സഹകരിക്കാതെ ഇവർ തിരിഞ്ഞു വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വിട്ടു നിൽക്കുകയോ ചെയ്താൽ അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു മോറൽ വിക്ടറി ആണ് എന്നവർ ക്ലെയിം ചെയ്യും. മോദി രാജിവെക്കണമെന്ന് ആവശ്യമുള്ളൂ. മോദി രാജിവെക്കണം. എന്തെങ്കിലും ധാർമ്മികത അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ മോദി രാജിവെക്കണം. ഇത് കൂടാതെ എനിക്ക് അത്ഭുതം തോന്നുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ വഴി അവരെ അറിയുകയാണെങ്കിൽ അറിഞ്ഞോട്ടെ. 37 BJP MPമാർ BJPക്കുള്ളിൽ കലാപമുണ്ടാക്കും. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ. അതായത് 37 പേരുടെ പല രീതിയിലുള്ള വീഡിയോ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട്. അതിൽ അശ്ലീല വീഡിയോ ഉണ്ട്, അക്രമത്തിൻ്റെ വീഡിയോയുണ്ട്, തല്ലുക, ഒരു തന്നെ ക്രൂരമായിട്ട് അടിക്കുക, പോലീസ് സ്റ്റേഷനൊക്കെ അടിച്ച് ഇതുപോലെ അടിക്കുന്ന വീഡിയോ. പിന്നെ നമ്മളുടെ രാഹുൽ മാങ്കൂട്ടൻ ടൈപ്പ്, അതിൽ ചാറ്റേ ഉള്ളൂ. ഇതങ്ങനെയല്ല, വീഡിയോ ആണ്, സെക്സ് വീഡിയോ. 37 BJP MPമാരുടെ വീഡിയോസ് പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് ഒരു സമയമാകുമ്പോൾ അവർ പുറത്തുവിടും. ഇത് പുറത്ത് വിടാതിരിക്കണമെങ്കിൽ ഈ 37 BJP MPമാർ BJPക്കുള്ളിൽ കലാപം ഉണ്ടാക്കണം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിനെതിരെ. നിങ്ങൾ പാർട്ടി വിട്ട് പുറത്തൊന്നും വരണ്ട. പാർട്ടി പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ MP സ്ഥാനം തെറിക്കും. 37 ഉള്ളൂ. 240 MPമാരുണ്ട് BJPക്ക്. അപ്പോൾ 3-1 പേരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊന്നും പോകണ്ട. ബട്ട് BJPക്കുള്ളിൽ മോദിയുടെ നേതൃത്വത്തെ വെല്ലുവിളിക്കുക. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ പുറത്തു വരും. അപ്പോൾ ഈ 37 പേര് അതിന് സമ്മതിച്ചെന്നും അവരുടെ ഈ ഓപ്പറേഷനൊക്കെ ആരുടെയും നിസ്സാരക്കാരൻ്റെ അല്ല, ഡൊണാൾഡ് ട്രംപാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മോദിക്കെതിരെ. കഴിഞ്ഞ ആഴ്ച ഇവർ ഡൊണാൾഡ് ട്രംപിനെ പോയി കണ്ടു. പ്രതിപക്ഷത്തെ ഒരു നേതാവ്, ഈ 37 പേരുടെ കൂടെയുള്ള നേതാവ്, 2 പേര് പോയി ഡൊണാൾഡ് ട്രംപിനെ കണ്ടു. ഇനി അടുത്ത് എന്ത് വേണം കാരണവരെ ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഇപ്പോൾ ഇതുവരെ ഉള്ളത് ഓക്കെ, ഇനി എന്ത് വേണമെന്ന് ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ചായയെ കൊടുത്ത് വിട്ടു. ഇങ്ങനെയും ഒരു കഥ പരക്കുന്നുണ്ട്. വേറൊരു കഥയുണ്ട്. അതിൽ 125 പേരാണ്, 1-2 125 പേര് ഗഡ്കരിയുടെ നേതൃത്വത്തിൽ വലിയൊരു അട്ടിമറി BJPയിൽ സൃഷ്ടിക്കും. അങ്ങനെ മോദിക്ക് സ്ഥാനം പോകും. ഇതിനൊക്കെ കേന്ദ്ര ബിന്ദുവായിട്ട് ഇവർ പറയുന്നത് ഈ സെപ്റ്റംബർ 17 മറ്റോ ആണ് മോദിയുടെ 75ാം ജന്മദിനം. അപ്പോൾ 75 ആകുമ്പോൾ മോദി റിട്ടയർ ചെയ്യണം. 75 ഒരു പ്രത്യേക സമയമായിട്ട് കൂട്ടി ബഹളമുണ്ടല്ലോ. RSS നേതാവ് മോഹൻ ഭാഗവത് പറഞ്ഞു. മോഹൻ ഭാഗവത് ഈ മൊറോപ്പാൻ പിംഗ്ലെ എന്ന പഴയൊരു RSS പ്രചാരകൻ മരിച്ചുപോയി. നല്ല മനുഷ്യനായിരുന്നു.
വളരെ സ്നേഹത്തോടെ ആൾക്കാരോട് സംസാരിക്കുകയും എപ്പോഴും തമാശ പൊട്ടിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ 75ാം ജന്മദിനം. അപ്പോൾ ഇത് പഴയ കഥ മോഹൻ ഭാഗവത് ഉദ്ധരിക്കുകയാണ്. 75-ന് മൊറോപ്പാൻ പിങ്കളയ്ക്ക് അന്നത്തെ സംഭവം. അപ്പോൾ മോഹൻ ഭാഗവത് പറഞ്ഞു, ഈ മൊറോപ്പന്തിനെ കൊണ്ടുവന്ന് നിർത്തി ഞങ്ങൾ ഒരു പുതപ്പൊക്കെ ഷവളൊക്കെ അണിയിച്ചു. അപ്പോൾ മൊറോപ്പാന്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാം ചിരിച്ചു. മൊറോപ്പാന്ത് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് പറഞ്ഞാലും ആൾക്കാർ ചിരിക്കും. ഞാൻ എണീറ്റ് നിന്നാൽ ആളുകൾ ചിരി തുടങ്ങും. എൻ്റെ ഒരു തലവിധി അങ്ങനെയായിപ്പോയി. വാസ്തവത്തിൽ എന്നെ ആരെങ്കിലും ഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം. കാരണം എന്ത് പറഞ്ഞാലും ചിരിക്കുന്നു. എന്നാൽ മൊറോപ്പാന്തിന് അസാമാന്യമായ ഓർഗനൈസിങ് കപ്പാസിറ്റി ഉള്ള മനുഷ്യനാണ്. ബട്ട് മൊറോപ്പാന്തിൻ്റെ ഈ തമാശ രീതിയിലുള്ള പെരുമാറ്റം കൊണ്ട് എല്ലാവരും ചിരിക്കും. അപ്പം എന്നിട്ട് മൊറോപ്പാന്ത് പറഞ്ഞു, നിങ്ങൾ ഈ ഷോൾ എന്നെ പുതപ്പിച്ചതുണ്ടല്ലോ, 75 വയസ്സായി, ഇനി ചേട്ടൻ മാറി, ഇനി ഞങ്ങൾ ജോലി ചെയ്തോളാം. ഈ ഒരർത്ഥവും ഇതിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഇത് മൊറോപ്പന്തിനെ പറ്റിയുള്ള ഒരു പുസ്തകം റിലീസ് ചെയ്യുമ്പോൾ ഈ പഴയ സംഭവം മോഹൻജി ഭാഗവത് പറഞ്ഞു. അതെടുത്തിട്ടാണ് 75ാം വയസ്സിൽ മോദി റിട്ടയർ ചെയ്യണമെന്നാണ് ഈ പഴയ കഥ പറഞ്ഞതിൻ്റെ താല്പര്യം. ഇതാണ്. മോഹൻ ഭാഗവത്തിനും ഇപ്പോൾ 75 വയസ്സാകുന്നു. അപ്പോൾ പുള്ളി സ്വയം റിട്ടയർ ആകും. അങ്ങനെ മോദിയെ കുഴപ്പത്തിലാക്കും. അപ്പോൾ പിന്നെ മോദിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, മോദിക്ക് രാജിവെക്കേണ്ടി വരും. രാജിവെപ്പിക്കാനായിട്ട് അകത്ത് പ്രഷർ ഉണ്ടാക്കാൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ 125 MP-മാർ. അങ്ങനെ വൻ കലാപം BJP-യിൽ നടക്കും. ഈ സെപ്റ്റംബറിൽ തന്നെ നടക്കും. നരേന്ദ്രമോദി ഇറങ്ങി, പുള്ളി പണ്ട് പറഞ്ഞില്ലേ, ഒരു സഞ്ചിയും തൂക്കി ഞാൻ നടന്നു പോകും, അതുപോലെ പോകും. മറ്റേ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ ഇക്ക ഇങ്ക ഇമ്മ ഇപ്പ എഴുതും. അത് കാണാൻ രാഹുൽ ഗാന്ധി സ്വന്തം കാറിൽ വരും. സ്വന്തം കാറിൽ. ഇതാണ് ഡിസൈൻ. പിന്നെ അടുത്ത കഥ ഈ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാ കഥയും എനിക്ക് പറഞ്ഞേക്കാം. കേരളത്തിൽ എന്ത് പത്രപ്രവർത്തനം നടക്കുന്നത് എനിക്കറിയില്ല. ഇതൊക്കെ എത്ര വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന കഥകളാണ്. ഈ നടന്നത് ഇപ്പം ഇതുവരെ ഞാൻ പറഞ്ഞ കഥകളും ഈ കിംവദന്തികളും ഒക്കെയാണ്. ഇനി പറയാൻ പോകുന്നത് നടന്ന കാര്യമാണ്. ഡൽഹിയിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റഫി മാർഗ്, പാർലമെൻറ്റൊക്കെ ഉള്ളതിൻ്റെ അധികം ദൂരെ അല്ലാതെ റഫി മാർഗിൽ വിട്ടൽഭായ് പട്ടേൽ ഹൗസ്, മൗലങ്കർ ഹാള്, അതിൻ്റെ നടുക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ്. നമ്മളെ INS ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭ രാജ്യസഭാ അംഗങ്ങൾ, ഇപ്പോൾ സിറ്റിംഗ് അംഗങ്ങൾ, ഇതിന് മുമ്പുള്ള അംഗങ്ങൾ, പിരിഞ്ഞു പോയവർ, മന്ത്രിമാർ, അവരവരൊക്കെ ഇവരുടെ ഒരു ക്ലബ്ബാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ്. ഇവർക്ക് പല കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഫോർമലായിട്ട് മീറ്റിംഗ് പോലെ വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. അതിനുള്ള ഹോളുണ്ട്. വെറുതെ ഇരുന്ന് സംസാരിക്കാനാണെങ്കിൽ അതിന് സൗകര്യമുണ്ട്. റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതൊക്കെയുണ്ട്. ഇത് ഉറക്കം തൂങ്ങിയൊക്കെ കിടക്കുകയായിരുന്നു. വാജ്പേയിയുടെ കാലത്ത് GMC ബാലയോഗി, ലോക്സഭാ സ്പീക്കറാണ് ഇതിൻ്റെ ഒരു ചുമതലക്കാരൻ. അപ്പോൾ GMC ബാലയോഗി ലോക്സഭാ സ്പീക്കറായിരുന്നപ്പോൾ BJP നേതാവ് രാജീവ് പ്രതാപ് റൂഡിയെ, അദ്ദേഹം മന്ത്രിയൊക്കെയാണ്. രാജീവ് പ്രതാപ് റൂഡി ബീഹാറിൽ നിന്നുള്ള പൈലറ്റൊക്കെ ആയിരുന്ന സ്മാർട്ട് മനുഷ്യൻ. 2 തവണ മന്ത്രിയൊക്കെ ആയി. ഇപ്പോൾ പുള്ളി മന്ത്രിയല്ല, ഇപ്പോഴും MP ആണ്. അപ്പോൾ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, റൂഡി ഇതൊന്ന് നന്നാക്കാമില്ല, ഉറക്കം തൂങ്ങി കിടക്കുന്ന എന്തൊരു പരിപാടി, ലോക്സഭാ സാമാജികന്മാരുടെ ഏർപ്പാടല്ലേ. ഇങ്ങനെ പറഞ്ഞു, ശരി ഞാൻ ശരിയാക്കാം. പുള്ളി അത് 5 സ്റ്റാർ ഫെസിലിറ്റിയാക്കി മാറ്റി. സ്വിമ്മിങ് പൂള്, മറ്റേ ജിം, അത് ഇതൊക്കെ ആക്കി, 1-ാം തരം റെസ്റ്റോറൻ്റ് ആക്കി, താമസിക്കാനുള്ള മുറികൾ സെപ്പറേറ്റ് ആക്കി, അതിനകത്തെ ഫർണിച്ചർ, ഫർണിഷിങ്സ് എല്ലാം ശരിക്കും സൂപ്പർ 5 സ്റ്റാർ കാറ്റഗറി ആക്കി മാറ്റിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉത്സാഹം, ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൻ്റെ ഭരണസമിതിയുണ്ട്. അതിൻ്റെ സെക്രട്ടറി ജനറലോ അതോ ജനറൽ സെക്രട്ടറിയോ, ഇങ്ങനൊരു പോസ്റ്റ്. അതാണ് രാജീവ് പ്രതാപ് റൂഡി. അത് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട്, 4 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. ആരും കമ്മിറ്റിയിൽ തിരിഞ്ഞൊന്നും നോക്കില്ല. കാരണം ഈ ചുമതല ഏറ്റെടുക്കാൻ ആർക്ക് നേരം. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തു. എന്നിട്ട് രാജീവ് പ്രതാപ് റൂഡി എന്ത് ചെയ്തു,
ഇതൊക്കെയാണെങ്കിൽ ഇതിനകത്ത് ജനാധിപത്യം വേണം. അങ്ങനെ വെറുതെ അങ്ങോട്ട് ഒരാൾ ഭരിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല. അത് ഞാനാണെങ്കിൽ പോലും എന്നൊക്കെ പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ചട്ടമൊക്കെ ഉണ്ടാക്കി ഒരു തിരഞ്ഞെടുപ്പ് ആരും മത്സരിക്കാനില്ല. അത് തിരഞ്ഞെടുപ്പ് വേറെ പണിയിലിടും, താൻ തന്നെ ചെയ്താൽ മതി, താൻ എടുക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ കൊറോണയൊക്കെ വന്ന് നടന്നില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടടാ, രാജീവ് പ്രതാപ് റൂഡിക്ക് എതിരാളിയായിട്ട് ഒരാൾ നോമിനേഷൻ കൊടുത്തു. സഞ്ജീവ് ബലിയാൻ. അങ്ങേര് ഉത്തർപ്രദേശിൽ നിന്ന് MP ആയിരുന്നു, തവണ തോറ്റുപോയിരുന്നു. ഈ സഞ്ജീവ് ബലിയാൻ അമിത്ഷായുമായിട്ട് വലിയ അടുപ്പക്കാരനാണെന്നാണ് ജനസംസാരം. അപ്പോൾ സഞ്ജീവ് ബലിയാൻ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ BJPക്കാരനെതിരെ BJPക്കാരൻ തന്നെ പേര് കൊടുത്തിരിക്കുന്നു. അതും അമിത്ഷായുടെ അടുപ്പക്കാരനാണെന്ന് അറിയപ്പെടുന്ന ആൾ. അപ്പോൾ ഇത് BJPക്ക് ഉള്ളിലെ പൊട്ടിത്തെറിയാണ്. അപ്പോൾ രാജീവ് പ്രതാപ് റൂഡി എന്ന് പറഞ്ഞാൽ അമിത്ഷായുടെ ശത്രുവാണ് എന്നൊരു വ്യാഖ്യാനം. ഇയാൾ സഞ്ജീവ് ബലിയാൻ ഠാക്കൂറാണ്. മറ്റേ രാജീവ് പ്രതാപ് റൂഡി ഠാക്കൂറോ എനിക്കറിയില്ല. ആ ജാതി ആ ജാതിക്കാരുടെ ഒക്കെ ഇറക്കി സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖർഗെ, നമ്മുടെ KC വേണുഗോപാൽ ഇവരൊക്കെ പോയി രാജീവ് പ്രതാപ് റൂഡിക്ക് വോട്ട് ചെയ്യാൻ. രാജീവ് പ്രതാപ് റൂഡിക്ക് വോട്ട് ചെയ്താൽ തോൽക്കുന്നത് സഞ്ജീവ് ബലിയാനാണ്, അതിലൂടെ തോൽക്കുന്നത് അമിത്ഷായാണ്. ഇതാണ് അവരുടെ കണക്ക്. അതുകൊണ്ട് സകല കോൺഗ്രസ്സുകാരനും ഓടിപ്പോയിട്ട് രാജീവ് പ്രതാപ് റൂഡിക്ക് വോട്ട് ചെയ്ത് പുള്ളി 100 വോട്ടിനും മറ്റോ ജയിച്ചു. മറ്റേ പുള്ളി വെറുതെ നോമിനേഷൻ കൊടുത്തതാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ പക്ഷേ ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർ അമിത്ഷായെ ഞങ്ങൾ മലത്തിയടിച്ചു. അമിത്ഷായും പോയി, പുള്ളി ആർക്ക് വോട്ട് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും രാജീവ് പ്രതാപ് റൂഡി വീണ്ടും ഇതിൽ വന്നു. ഇപ്പോൾ രാജീവ് പ്രതാപ് റൂഡി ഇങ്ങനെ ഒരു സീൻ ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് പോലെ അതിനകത്ത് ആരും രാഷ്ട്രീയവും സംഗതിയൊന്നും നോക്കാറില്ല. ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് പ്രസിഡൻ്റ് ആക്കുക, അത് കവിഞ്ഞുള്ള ഇതൊന്നുമില്ല. ബട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഈ രാഷ്ട്രീയം കൊണ്ടുവന്നു. ഇത് കൊണ്ടുവന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് പച്ചയ്ക്ക് രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു, ഇത് നിഷികാന്ത് ദുബെയാണ്. അങ്ങേര് പാർലമെൻറ്റിനകത്തെ ഒരു സ്വകാര്യ പാർലമെൻറ്റ് നടത്തുന്ന ആളാണ് നിഷികാന്ത് ദുബെ. ഞാൻ ആ പാർലമെൻറ്റിലും മെമ്പറല്ല. അങ്ങേര് പാരലൽ ഗവൺമെൻറ് നടത്തുന്ന ആ ഗവൺമെൻറ്റിലും എനിക്ക് പങ്കില്ല. അതിലെൻ്റെ ദേഷ്യം എന്നോടുണ്ട്. അങ്ങനെ നിൽക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ്. അപ്പോൾ പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ അമിത്ഷായെ ഞങ്ങൾ തോൽപ്പിച്ചെങ്കിൽ, ഇതിനിടയ്ക്ക് നമ്മുടെ MP, കൊല്ലം MP പ്രേമേന്ദ്രൻ കങ്കണ റണാവത്ത് സിനിമാ നടിയുണ്ടല്ലോ, അവർ MP-യുമാണ്. അവരോട് വോട്ട് ചെയ്യാനായി ചോദിക്കാൻ പ്രേമേന്ദ്രൻ പോയി. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ച് തന്നെയാണ്. അവരുടെ ബോഡി ഗാർഡ് പ്രേമേന്ദ്രൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചു. ആ കാലമാണ്, എടാ പിടിവിടറാ, ഞാൻ MP ആടാന്നൊക്കെ, നീ അവിടുത്തെ MP എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു. കങ്കണ റണാവത്തോട് താൻ ആരാടോ എന്ന് ചോദിച്ചു. ഞാൻ പ്രേമേന്ദ്രൻ MP. ആരായാലും ശരി, അയാൾ വിട്, MP ആണെന്ന് അയാൾ പറഞ്ഞു. ഇവർക്ക് അറിയാമെന്നില്ല, അവർ ഈ സിനിമയെ കേട്ട് നടക്കുന്നില്ല. പ്രേമേന്ദ്രൻ, നമുക്കല്ലേ പ്രേമേന്ദ്രൻ വലിയ ആൾ. ഇങ്ങനൊരു സൈഡ് ഷോ ഒക്കെ ഉണ്ടായി. പ്രേമേന്ദ്രൻ എന്നിട്ട് കമ്മിറ്റിയിൽ കയറി കേട്ടോ. പുള്ളി ജയിച്ചു. അപ്പോൾ അങ്ങനെ ഇത് നിൽക്കുകയാണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൻ്റെ തെരഞ്ഞെടുപ്പിൽ പ്രതീകാത്മകമായിട്ട് ഞങ്ങൾ അമിത്ഷായെ തോൽപ്പിച്ചു. അതുപോലെ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറച്ചെങ്കിലും ഔസേപ്പ് പറഞ്ഞ പോലെ നീ എന്നെ തല്ലുകയൊക്കെ ചെയ്യും, പക്ഷേ നീയും കുറേ വിഷമിക്കും എന്ന് പറഞ്ഞ പോലെ അമിത്ഷായെ ഞങ്ങൾ ഇച്ചിരി വിഷമിപ്പിക്കും എന്ന് പറഞ്ഞാണ് ഇപ്പോൾ പ്രതിപക്ഷം നിൽക്കുന്നത്. അപ്പോൾ ഓരോട്ടെങ്കിലും ഓരോട്ട് അപ്പുറത്ത് NDAക്ക് കുറഞ്ഞാൽ ഇപ്പുറത്ത് പടക്കം പൊട്ടിച്ച് വിജയാഹ്ലാദം നടക്കും. ഈ RSSൻ്റെ MPമാരെ ഉപയോഗിച്ച് ട്രംപ് നടത്തുന്ന ഗൂഢാലോചന, ആ ട്രംപിന് അത് അന്താരാഷ്ട്ര ഗൂഢാലോചന. അത് 37 പേരുടെ, അത് വേറെ ഗൂഢാലോചനയാണ്. 125 പേരും കെടുക്കുകയും ചെയ്യുന്നുള്ള രണ്ടാമത്തെ ഗൂഢാലോചന. മൂന്നാമത്തെ ഗൂഢാലോചനയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഒന്ന് പയറ്റി നോക്കിയിട്ട് അവർ വിജയിച്ചത്. അങ്ങനെ ഡൽഹിയിൽ മൊത്തം ഗൂഢാലോചനയാണ്. അപ്പോൾ നാളെ ഇരുട്ട് വെളുക്കുമ്പോൾ അറിയാം ഇതിലേത് ഗൂഢാലോചന വിജയിക്കും. ഞാൻ ഇത്തരം വിവരങ്ങളൊക്കെ കിട്ടുമ്പോഴും ഞാൻ മിണ്ടായിരിക്കും. പക്ഷേ ഇപ്പോഴും ഞാൻ ഈ പബ്ലിക് ഡൊമൈനിൽ വന്ന ഗൂഢാലോചനകളെ ഞാൻ പുറത്ത് വിട്ടിട്ടുള്ളൂ. അത് കൂടാതെ ഡൊമൈനിൽ വരാത്ത ഗൂഢാലോചനകൾ എൻ്റെ പോക്കറ്റ് വേറെയുണ്ട്. അത് ഞാനായിട്ടത് പുറത്ത് വിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നീട് പറയാം. പക്ഷേ എനിക്ക് അപ്പോഴും അത്ഭുതം മലയാള മാധ്യമങ്ങളെ പറ്റിയാണ്. ഇവർക്ക് ഇത്ര രസകരമായ സ്റ്റോറി ഒന്നും കിട്ടുന്നില്ല. ഇറ്റ് ഈസ് ഓൾ ദെയർ ഇൻ പബ്ലിക് ഡൊമൈൻ. നോക്കാം വരുമെന്ന്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.